ഉപ്പയാണെന്നാണ് മുമ്പിൽ കാളയെ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അവിടെ നാട്ടിൽ കെട്ടിയിട്ട് അതിനെ അറുക്കാൻ കഴിയാതെ കാളയാണ് കാറിൽ കടന്ന് ചാടി ചോര പോന്നു. അത് ഭയങ്കരമായി കച്ചറയുണ്ടാക്കിയപ്പോൾ അപ്പൊ ഉദയത്തിന് കൊടുന്ന കാള അറക്കാനയക്കാതെ ചാടി കളിച്ചാണ്. അപ്പൊ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുക. പിന്നെ അറക്കപ്പം എന്താ കാട്ടാ? ഒരു രക്ഷയില്ല. കാരണം അറക്കാൻ നീയത്തൊക്കും ചെയ്തു, വാങ്ങും ചെയ്തു. ഇനിയിപ്പോ വേറൊന്നിനെ കൊണ്ടുവരാനുള്ള സമയമില്ല, വാങ്ങാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. ചന്തൊന്നും ഏതായാലും ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ എന്താ കാട്ടാ? ഇനിയിപ്പോ വല്ല ഔലിയാക്കന്മാരെടുത്തും പോയിട്ട് പറയേണ്ടി വരും. അപ്പൊ കാള കടന്നു കൊടുക്കും. ഇവര് കാളനെ അറക്കണമെങ്കിൽ ആദ്യം എന്റെ കാലൊക്കെ ഒന്ന് പിടിച്ച് കെട്ടണം, എന്നിട്ട് തള്ളിയിട്ടാലുള്ള അറക്കാനൊക്കെ. അല്ലാതെ മൂക്കാരുണ്ട് എഴുതിയാണ്ട് കാരമ പിടിച്ച് വലിച്ചാണ്ട് അറക്കണ പരിപാടി ഇവിടെ ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. എന്തായാലും മൂപ്പര് പറയട്ടെ. ഈ ജാതി കോമഡിയാണ് പോയിക്ക് ആകെ പറയാനുള്ളത്. അല്ലാതെ അതീസോതെ ആയത്തോതെ ഇങ്ങനെയുള്ള ഒരു പരിപാടി പോലെ പ്രസംഗത്തിൽ ഇല്ല. അതിനെ തള്ളിയിടാൻ കാര്യകെട്ടാൻ വെളിച്ചാൻസില്ലാതെയായപ്പോൾ വലിയ പെരുന്നാൾക്ക് ഒന്നാം പെരുന്നാൾക്ക് അറുക്കുന്ന വിഷയത്തിൽ വിഷമിച്ച് പള്ളിമുക്കിൽ നിന്നിട്ട് അബ്ദുൽ പറഞ്ഞു. കേട്ടോ, പള്ളിമുക്രിക്ക് ആകെ വിഷമായി. ഇതിപ്പോ എങ്ങനെ ആയപ്പോ എന്താ കാട്ടാ? ഒരു രക്ഷയില്ല. ഇനിയിപ്പോ ഉസ്താദിനോട് പോയി പറയാം. ഉസ്താദ് എന്താ പറയണ നോക്കാം. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കാൻ ഉസ്താദിനെ കൊണ്ട് കഴിയും. അതാണ് ഉസ്താദിന്റെ ഒരു ക്വാളിറ്റി. കേട്ടോളി നിങ്ങൾ തീരുമാനം. പള്ളിമുക്കിൽ നിന്നിട്ട് അബ്ദുൽ പറഞ്ഞു, ഉസ്താദേ നമ്മളെ കാളക്കൊമ്പൻ അവരുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത്, കാളക്കൊമ്പൻ അറുക്കാൻ സമ്മതിക്കുന്നില്ല, വല്ലാത്ത വിഷമുണ്ടാക്കുന്നു, ചീച്ചിക്കൊണ്ട് ചാടുന്നു. അത് പറഞ്ഞപ്പോൾ അബ്ദുൽ പറഞ്ഞു, അതിന്റെ അടുത്ത് എന്നിട്ട് പറയണം, അബ്ദുൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നീ കടന്നു കൊടുക്കണം, ശല്യം ചെയ്യരുതെന്ന് അബ്ദുൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. കണ്ടോ? അപ്പൊ ആ പണി ആദ്യം എടുത്താൽ മതി. അബ്ദുൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു, നിന്നെ നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ശല്യം ചെയ്യരുത് എന്ന് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു എന്ന് കാളയുടെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുത്താൽ മതി. കേട്ടില്ലേ? അപ്പൊ കാളനോട് പോയിട്ട് പറയാണ്, കാളെ നിന്നോട് കടന്നു തരാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള മുസ്ലിയാരാണ് പറഞ്ഞത്. ഈ അബ്ദുള്ള മുസ്ലിയാർ ആരാന്ന് കാളക്കറിയും. കാരണം ഒരു വർഗ്ഗമായിരിക്കും ചിലപ്പോഴേ. ഭാഷയും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയേനു, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അബ്ദുള്ള മുസ്ലിയാരും ഭാഷയും കാളന്റെ ഭാഷ ഒരേപോലെ ആയിരിക്കും ചിലപ്പോൾ. എന്താണെന്നറിയില്ല, അള്ളാഹുവാലോ. ഏതായാലും അബ്ദുള്ള മുസ്ലിയാർ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, എന്തായാലും കാളനോട് പോയിട്ട് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞതാണ്, കടന്നു തരാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞതാണ്. ബാക്കി പറയും, മുസ്ലിയാർ പറയട്ടെ. അടുത്ത് ചെന്നിട്ട് കാളക്കൊമ്പന്റെ മുന്നിൽ ചെന്നിട്ട് ഇതേ വാക്കെന്ന് പറയുമ്പോൾ തുള്ളി നിൽക്കുന്ന ചീച്ചു നിൽക്കുന്ന വരുന്നവനെ തിന്നാൻ നിൽക്കുന്ന കാളാനെ കടന്നു കൊടുക്കും. കണ്ടോ, പുലിനെ കൊടുക്കുന്നുണ്ട്, കാളനൊന്നല്ല. വരുന്നവരെ തിന്നാൻ നിൽക്കണ കാള, തുള്ളി നിൽക്കുന്ന കാള, ചാടി നിൽക്കുന്ന കാള, അതൊക്കെ നമുക്ക് ആലോചിച്ചറിയും, ചിന്തിക്കാൻ പറ്റും. പക്ഷെ കടിച്ചാൻ നിൽക്കണ, തിന്നാൻ നിൽക്കണ എന്ന് പറഞ്ഞാല് അത് പുലിനെ കൊടുന്ന പോലെ ഉണ്ട്. അറക്കാനേ, ഉദയത്തിന് അറക്കാനേ പുലിനെ കൊടുക്കും. ആളപ്പോ അങ്ങനെയുള്ള കടിച്ചാ നിൽക്കത്ത് ചെല്ലണ ആൾക്കാരെ കടിച്ചാ നിൽക്കണ കാള, ആ കാള ഇനി മാറ്റം വരുന്നാണ്ട് വേണ്ടിട്ട് ഞങ്ങള് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞുകൊണു. കാലുകൾ നീട്ടിക്കൊടുക്കുന്നു, കാലുമേക്കര ഇറക്കുന്നത്, കാലുകൾ നീട്ടിക്കൊടുക്കുന്നു, കിടന്നു കൊടുക്കുന്നു, അറുത്ത് കൊടുക്കുന്നു. കാളനെ പിടിച്ചിട്ട് കാളന്റെ മുന്നത്തെ കൈയുണ്ട് കാളനെ പിടിച്ചിട്ട് കൈ തറുത്ത് കൊടുക്കുന്നു. കാരണം അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞതാണ്, കൊണ്ടുപോണ നല്ലൊരു തരത്തിക്കാണ്. അതുകൊണ്ട് ബഹുമാന ആദരവോടുകൂടി തന്നെ കാള തന്നെ ആ കാളയെ അറുത്തു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. ഈ ചരിത്രം അറിയുന്ന ആളുകള്, ഈ കാഴ്ച കണ്ട ആളുകള് 10-ലേറെ പേര് ആ നാട്ടിൽ ഇന്നും ജീവിക്കുന്നു. ഏത് ചരിത്രം? സ്വന്തമായിട്ട് കാള കടന്നു കൊടുത്തിട്ട് കാലൊക്കെ നീട്ടിയിട്ട് പറയാണ്, കാള പറയാണ്, നിങ്ങൾ ഇനി അറുത്തോളി, ഇഞ്ച കാല് രണ്ടും കെട്ടിക്കളി, കൈ രണ്ടും കെട്ടിക്കോളി, എന്നിട്ട് നല്ലോണം പിടിച്ചിട്ട് അറുത്തോളി എന്ന് കാളെന്നെ പറഞ്ഞു കൊടുക്കാണ്. അത് കണ്ടു നിന്ന 10-ലധികം പേര് ഇന്നും ആ നാട്ടിൽ ജീവിക്കുന്നു. ആ നാടേതാണ് മൂപ്പരിക്ക് അറിയില്ല, അബ്ദുള്ള മുസ്ലിയാർ തന്നെയാണെന്ന് മൂപ്പരിക്ക് അറിയില്ല. 10 പേരിലധികം ആളുകൾ ജീവിക്കുന്നു എന്ന് മൂപ്പരിക്ക് അറിയാം. അപ്പൊ ആരാണ് ഈ 10 പേര്? പകരം അഹ്സനി അതെങ്കിലും ഒന്ന് പറയണ്ടേ? അങ്ങനെ ഒരു കാഴ്ച കണ്ട ആൾക്കാരെ കാണാൻ ഒരു കുതിരത്താണ് അഹ്സനി. അതൊന്ന് പോയി കാണാലോ. കാളനത്തിന്റെ മുന്നില് ചെന്നിട്ട് കാള കടന്നു കൊടുക്കാണ് അറുക്കാന്. എന്നാലും നിങ്ങൾ അറുത്തു എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു കിട്ടല. കാളനെ അറുത്തു കൊടുത്തു എന്ന് പറയാതിരുന്നത് തന്നെ വലിയൊരു കിട്ടലാണ്. നിങ്ങളെ ദീനാണിത്.